ഒരു സഹോദരൻ അയച്ചെന്നാണ്. ഹലോ സാർ. ആൺകുട്ടികൾ അങ്ങനെ അനുഭവമൊക്കെ അയച്ചു വരുമ്പോൾ എന്തൊരു സുഖമാണ് കേട്ടോ. കാണാനും കേൾക്കാനും. അമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ സ്ഥിരമായിട്ട് അയച്ചു തരിക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് അനുഭവങ്ങളും വരാറുണ്ട്. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഞാൻ നല്ലൊരു കൃഷ്ണഭക്തനും അതുപോലെ എല്ലാ ദൈവങ്ങളുടെയും നല്ലോണം ആരാധിക്കുന്ന ഒരാൾ കൂടിയാണ്. എൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഞാൻ എൻ്റെ കൃഷ്ണനോട് പറഞ്ഞത്. ജ്യേഷ്ഠൻ പഠിപ്പ് കഴിഞ്ഞ് ആദ്യം ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിരുന്നു. പക്ഷെ അവിടെ ശരിയായില്ല. പിന്നീട് ഒരു വർഷക്കാലം ജ്യേഷ്ഠൻ വീട്ടിലായി. എല്ലാവർക്കും നല്ല വിഷമമായി. നമ്മുടെ അടുത്താണ് കണ്ണൂർ ശ്രീ മീങ്കുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ പ്രാർത്ഥിക്കാൻ പോകും. അങ്ങനെ ഞാൻ ജ്യേഷ്ഠന് ഒരു വ്യക്തി വഴി ഒരു ഇൻ്റർവ്യൂ റെഡിയായി. കോയമ്പത്തൂരിൽ ഞാനും കൂടി പോയിരുന്നു. പോകുമ്പോൾ ജോലി കിട്ടിയാൽ ത്രിമധുരത്തിൽ പറയാമെന്നും അവിടെ നിന്നും ഗുരുവായൂരിൽ വരാമെന്നും പറഞ്ഞു. ജ്യേഷ്ഠന് ജോലി കിട്ടി. നമ്മൾ ഗുരുവായൂർ പോയി തടസ്സമില്ലാതെ കണ്ണനെ കണ്ടു. ഹരേ കൃഷ്ണ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താ അറിയോ? ഗുരുവായൂരപ്പൻ ജ്യേഷ്ഠൻ എന്നൊക്കെ പറയുമ്പോൾ കണ്ണനെയും ബലരാമനെയും ഒക്കെ അല്ലേ ഓർമ്മ വരിക. ശരിക്കും ഇത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ജ്യേഷ്ഠന് വേണ്ടിയിട്ട് അനുജൻ്റെ ആ ഒരു എന്താ പറയേണ്ടത്, ഡെഡിക്കേഷൻ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആയേ പറ്റുള്ളൂ. ഇത് വളരെ സന്തോഷമായി ഇത് കേട്ടപ്പം. സഹോദരന്മാർ സഹോദരികളായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു അടുപ്പം തന്നെയാണ്. ഒന്നും പറയാനില്ല. ഒന്ന് കൈപിടിക്കുകയാണ്, ഒന്ന് ഷേക്ക് ഹാൻഡ് തരാണ്. ഗ്രൂപ്പിലേക്ക് വരാം. എല്ലാവർക്കും ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഇനി അംഗത്വം കിട്ടില്ല. കുറച്ച് ആളുകൾക്ക് കൂടി ചാൻസ് ഉണ്ടാവുള്ളൂ. ഹരേ കൃഷ്ണ.